ഒരു ഡെമ്മിയിൽ നിന്ന് ചുരിദാറിന് എങ്ങനെ മെഷർമെന്റ് കാണാമെന്ന് നോക്കാം. എങ്ങനെയാ ആദ്യം നോക്കുന്നത്? നമ്പർ 1 ഫസ്റ്റ് നമ്മൾ ഫുൾ ലെങ്ത് എങ്ങനെയാ നോക്കുന്നത്? ഇങ്ങനെ ചെറിയ അക്കം നമ്മൾ നേരെ താഴെ കുനിഞ്ഞു കിടന്ന് നമുക്ക് അളവൊന്നും നോക്കണ്ട. നമ്മളിത് ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളേക്ക് ബസ്റ്റിന് മുകളിലൂടെ ഇങ്ങനെ നോക്കാം. നമുക്ക് എത്ര ലെങ്താ വേണ്ടതെന്ന് നമുക്ക് ഇങ്ങനെ കൺഫേം ആക്കാം. ഉണ്ടോ? അത് നമുക്ക് കിട്ടിയേക്കുന്നത് 44 പ്ലസ് 1.5 എന്തിനാ? ഒന്ന് താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ചും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ. ഓക്കെ, അടുത്ത നമ്പർ 2 നമുക്ക് എന്താ വേണ്ടേ? ഷോൾഡർ പോയിന്റ് എങ്ങനെയാ കാണുന്നത്? ബാക്കിൽ നിന്ന് നമ്മുടെ ഈ മുട്ട് കണ്ട് ഇവിടെ ഒരു എല്ല് ഉണ്ട്. ആ ഭാഗം നമുക്ക് നോക്കിയേ, സ്കൈ സ്ലീവ് തുടങ്ങുന്ന ഭാഗം അവിടെ തൊട്ട് ഇവിടം വരെ കണ്ടോ? എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? 15 ഇഞ്ച്. ആ 15ന്റെ നേർ പകുതി ഇങ്ങനെ ടേപ്പിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയാൽ അതിൻ്റെ നേർ പകുതി നമുക്ക് കിട്ടും. ഓക്കെ, എത്ര കിട്ടിയേ? 7.5 ഇഞ്ച് ഷോൾഡർ കിട്ടിയില്ലേ? അപ്പോൾ ഇനി വേണ്ടത് നമ്പർ 3 ഏതാ വേണ്ടേ? ആം ഹോൾ ലെങ്ത് മീൻസ് കൈക്കുഴി ലെങ്ത്. ആ കൈക്കുഴി ലെങ്ത് നമുക്ക് ആ 7.5 തന്നെ താഴേക്ക് കൈക്കുഴി ലെങ്ത് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അതിൽ നമ്മൾ ആ ചെസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം അത് എങ്ങനെയാണെന്ന്. പിന്നെ അടുത്തത് വേണ്ടത് നമ്മുടെ ബസ്റ്റ്, അതായത് ചെസ്റ്റാണ് വേണ്ടത്. ഈ ചെസ്റ്റ് നമ്മളത് ഇങ്ങനെ എടുക്കാം. വേണ്ട ഈ ചെസ്റ്റ്, പക്ഷേ നമുക്ക് അത് കൂടുതൽ നമുക്ക് ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഈ ബസ്റ്റ് പോയിന്റ് നമ്മളത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു 1 ഫിംഗർ ലൂസ്, ഒത്തിരി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കരുത് കേട്ടോ. ഒരു 1 ഫിംഗർ ലൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം 35. ഈ ഡെമ്മിയിലെ ചെസ്റ്റ് അളവ് കിട്ടിയേക്കുന്നത് 35ന്റെ 4ൽ 1 കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കാണുക. 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് ഷേപ്പ് ലെങ്ത് കാണണം അല്ലേ? ഷേപ്പ് ലെങ്ത് കാണാൻ ഷോൾഡർ പോയിന്റ് നമ്മുടെ ബസ്റ്റ് പോയിന്റ് നേരെ ഇങ്ങനെ പിടിക്കാം. കണ്ടോ? നമ്മുടെ വണ്ണം കുറഞ്ഞ ഭാഗം എത്രയായിട്ട്? 13.5 അല്ലെ? ഇങ്ങനെ വെക്കും കേട്ടോ. 13.5 പ്ലസ് 1/2 ഷോൾഡർ കുട്ടിയടിക്കാൻ 1/2 ഇഞ്ച് പോകും കേട്ടോ. അവിടെ നമ്മൾ ഷേപ്പ് റൗണ്ട് ഇങ്ങനെ കാണും. ഷേപ്പ് റൗണ്ട് നമ്മൾ ആ വണ്ണം കുറഞ്ഞ ഭാഗം, നമുക്ക് ബോഡിയിൽ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം കേട്ടോ. അത് നമുക്ക് എത്ര കിട്ടിയേക്കുന്നു? ഇങ്ങനെ മുറുക്കി പിടിക്കരുത് കേട്ടോ. മുറുക്കി പിടിക്കരുത് കേട്ടോ. 1 ഫിംഗർ ലൂസിലോ അതിങ്ങനെ പിടിക്കാം. കണ്ടോ? ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു. കണ്ടോ? 29ന്റെ 4ൽ 1 പ്ലസ് 1/4 ഇഞ്ച് ഓർ 1/2 ഇഞ്ച് ലൂസ് എടുക്കാം കേട്ടോ. നമുക്ക് നല്ല ടൈറ്റ് ഫിറ്റ് വേണമെങ്കിൽ നമുക്ക് 1/4 ഇഞ്ച് ലൂസ് എടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ബോഡിയിൽ നിന്ന് ലൂസ് ചെയ്ത് നിൽക്കണമെന്നുള്ളവർക്ക് നമുക്ക് 1/2 ഇഞ്ച് ലൂസ് എടുക്കാം കേട്ടോ. അതിൻ്റെ 4ൽ 1 കണ്ടിട്ട് 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 1.5. ഓക്കെ, അടുത്തത് വേണ്ടത് ടീനേജിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഹിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഷേപ്പ് ലെങ്ത് കണ്ട് ഷേപ്പ് റൗണ്ട് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ബോട്ടം റൗണ്ട് കാണാം. അടിവണ്ണം കാണുന്നത് എങ്ങനെയാ? അടിവണ്ണം നമുക്ക് നോർമലി 16 to 20 ഇഞ്ച് വണ്ണം മതി. നമ്മൾ നൈറ്റി ബിറ്റിലൊക്കെ ചുരിദാർ ചെയ്യുമ്പോൾ എങ്ങനെയാ? അതിന് 34 ഇഞ്ച് വീതിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് 17 ഇഞ്ച് വണ്ണം 4ആക്കി മടക്കിയിടുമ്പോൾ അടിവണ്ണം അത്രേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടിവണ്ണം എത്രയാ? 16 to 20 വരെ. മനസ്സിലായ? അതിനുശേഷം നമുക്ക് പിന്നെ അപ്പം എന്തൊക്കെ കണ്ടു? ഫുൾ ലെങ്ത് കണ്ടു, ഷോൾഡർ കണ്ടു, ചെസ്റ്റ് കണ്ടു, ഷേപ്പ് ലെങ്ത് കണ്ടു, ഷേപ്പ് റൗണ്ട് കണ്ടു, ബോട്ടം റൗണ്ട് കണ്ടു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് ഏതാ വേണ്ടേ? നെക്ക് ലെങ്ത് അല്ലേ? ആദ്യം നമുക്ക് ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് കാണാം. നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന്, നമ്മൾ ഈ വന്നിരുന്ന ഷോൾഡറിലെ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര ഇട്ടേക്കുന്നത്? ഈ നെക്കിൻ്റെ പോയിന്റ് നേരെ ഇങ്ങനെ നോക്കാം കേട്ടോ. കണ്ടോ? ഇങ്ങനെ നോക്കാം. നമുക്ക് എത്ര അളവ് ഇട്ടേക്കുന്നത്? 6 അല്ലേ? 6 പ്ലസ് 1/2 ഇഞ്ച്. നെക്കിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടണം. എന്തുകൊണ്ടാണ്? ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട് അല്ലേ? അപ്പോൾ 6 ഇഞ്ച് നെക്ക് ലെങ്ത് കിട്ടി. നെക്ക് വിട്ട് കാണാനായിട്ട് എന്ത് ചെയ്യണേ? ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ പിടിക്കുമ്പോഴേക്കാണ് ഇവിടെ അല്ലേ? അത് ആ പോയിന്റിൽ നമ്മൾ നെക്ക് വിട്ട് കാണാനായിട്ട് ഈ പോയിന്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നോക്കാം. കേട്ടോ? അപ്പോൾ എത്ര കിട്ടിയാൽ നമുക്ക്? ഒരു 5.5 ഇഞ്ച് അല്ലേ? ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ നെക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകും. കണ്ടോ? അപ്പോൾ ഈ കിട്ടുന്ന അകലം അല്ലേ? കണ്ടോ? മനസ്സിലാവുണ്ടായി കിട്ടുന്ന അകലം. ഇപ്പം ഈ 5.5 കിട്ടിയേക്കുന്നെങ്കിൽ 5.5യുടെ നേർ പകുതി കാണും.
5.5യുടെ നേർപകുതി എത്രയാ? 5.5. അതെ കണ്ടോ, 5.5 പിടിച്ചേക്കുന്നുണ്ടോ? ഇതിന്റെ നേർപകുതി നമുക്ക് എത്ര കിട്ടി? 2.25. ഓക്കെ, 2.25 എന്നൊക്കെ പറഞ്ഞാൽ എന്നാണെന്നറിയോ? 2.5 കഴിഞ്ഞിട്ട് 2 പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ടേപ്പ് മെഷർമെന്റ് ഇറക്കി പഠിപ്പിക്കാം കേട്ടോ. 2.5 കഴിഞ്ഞ് 2 പോയിന്റും കൂടി ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ആ 2.25 കംപ്ലീറ്റ് എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? നമ്മളിവിടെ നെക്ക് വിട്ട് തയ്ക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് വീതം അകത്തേക്ക് പോകുമ്പോൾ അകലം കൂടും അല്ലേ? അകലം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ നെക്ക് വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നെക്ക് വിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 2.25 എന്നുള്ളത് 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? സ്ട്രൈറ്റ് ലൈൻ കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2.5 ഇഞ്ച് അല്ലേ? അപ്പോൾ ഇത് ഇരമിയുടെ നെക്ക് വിട്ട് നമുക്ക് കിട്ടിയത് 2.5 ഇഞ്ച്. ഇപ്പൊ ഫ്രണ്ട് നെക്ക് കണ്ടില്ലേ നമ്മളോ? ഇനി വേണ്ടത് നമുക്ക് ബാക്ക് നെക്ക് അല്ലേ? ബാക്ക് നെക്കിന് ഓപ്ഷൻ എന്നാ? ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ നോർമൽ ഒരു 3 ഇഞ്ചാണ് നോർമൽ നെക്ക് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ നെക്കിൽ നിന്ന് 1 or 2 ഇഞ്ച് മൈനസ് ചെയ്ത് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് എടുക്കാം. നോർമലി നമുക്കൊരു 3 ഇഞ്ച് നെക്ക് എടുക്കാം. നെക്ക് കൂടുതൽ ഇറങ്ങുന്നവർക്ക് നമുക്ക് 4 or 5 ഇഞ്ച് വരെ ബാക്ക് നെക്ക് ലെങ്ത് എടുക്കാം കേട്ടോ. അപ്പോഴും നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷോൾഡർ വേരിയേഷൻ വരും കേട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാം കേട്ടോ. ഈ ബാക്ക് നെക്ക് എപ്പോഴും നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല. നമ്മളെങ്ങനെയാണ് ആദ്യം ഷോൾഡർ കണ്ടേ? ഫുൾ ഷോൾഡർ കണ്ടിട്ട് അതിൻ്റെ പകുതി അല്ലേ? അതിൻ്റെ പകുതിയല്ലേ കിട്ടിയത്? അങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റ് എടുക്കുക ചെയ്തത്. പക്ഷേ ബാക്ക് നെക്ക് ലെങ്ത് ഇറങ്ങും തോറും ഈ ഷോൾഡർ നമ്മൾ ഇത്തിരി മൈനസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ അത്രയും തന്നെ ഷോൾഡർ നമുക്ക് പാടില്ല. ഓക്കെ, അടുത്തത് വേണ്ടത് ഏതാ? സ്ലീവ് ലെങ്ത്. നമ്മൾ സ്ലീവ് ലെങ്ത് എങ്ങനെ എടുക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് നമ്മൾ കൈ തുടങ്ങുന്ന ഭാഗം അല്ലേ? ഇപ്പൊ ഈ ഡെമ്മിയുടെ സ്ലീവ് ലെങ്ത് എത്രയുണ്ട്? 15 ഇഞ്ച്. 15 ഇഞ്ച് ലെങ്ത്. 15ന്റെ കൂടെ എത്ര കൂട്ടണം? 1.5 ഇഞ്ച്. എന്തുകൊണ്ടാ? 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡറിലേക്ക് ജോയിന്റ് ചെയ്യാനും. ഓക്കെ, അടുത്തത് ഏതാ നമുക്ക് വേണ്ടത്? സ്ലീവ് റൗണ്ട് അല്ലേ? സ്ലീവ് റൗണ്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയാണോ വേണ്ടത് സ്ലീവ് റൗണ്ട് എത്ര ഇട്ടേക്കുന്നത് നോക്കിക്കേ. കറക്റ്റ് 5.5 ഇഞ്ച് അല്ലേ? കണ്ടോ, 5.5 ഇഞ്ച്. അപ്പോൾ സ്ലീവ് റൗണ്ട് 5.5 + 1.5. ക്ലിയർ ആയോ? സ്ലീവ് റൗണ്ടിന്റെ കൂടെ 5.5 + 1.5. അതുപോലെ നമ്മൾ ഈ സെന്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. സ്ലീവ് സെന്റർ എങ്ങനെ വരും? ഈ ലെങ്ത്തിന്റെ മിഡ് പോയിന്റ് അല്ലേ? ആ മിഡ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നോക്കാം. ഇതിനകത്ത് എത്ര ഉണ്ട്? കണ്ടോ, കറക്റ്റ് 6 ഇഞ്ച്. ഓക്കെ, 6 + 1.5. അപ്പൊ സ്ലീവിൽ നമ്മൾ ലെങ്ത് കണ്ടു, അടിവണ്ണം കണ്ടു, സെന്റർ കണ്ടു. ഒരു ഡെമ്മിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ ലെങ്ത് കണ്ടു, ഷോൾഡർ കണ്ടു, ചെസ്റ്റ് ലൈൻ കണ്ടു, ഷേപ്പ് ലെങ്ത്, ഷേപ്പ് റൗണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ബോട്ടം റൗണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ നെക്ക് ലെങ്ത്, നെക്ക് വിട്ട്, ബാക്ക് നെക്ക് ലെങ്ത്, സ്ലീവ് ലെങ്ത്, സ്ലീവ് റൗണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ഒരു ഡെമ്മിയിൽ നിന്ന് ഒരു മെഷർമെന്റ് എങ്ങനെ എടുക്കാമെന്ന് പഠിച്ചു അല്ലേ? ഇനി ഈ നമ്മൾ ഒരളവ് എടുത്തിട്ട് അത് എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ.